രേണു സുധിക്ക് ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി 6 കീമോയും 1 സർജറിയും ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്ന് കഴിഞ്ഞ ദിവസം മുൻപായിരുന്നു. ക്യാൻസർ ചികിത്സയ്ക്ക് സാമ്പത്തിക ചിലവേറെയാണ്. കഴിഞ്ഞ ദിവസം മുൻ ബിഗ് ബോസ് താരം സായ് കൃഷ്ണ രേണുവിനെ സന്ദർശിച്ച് നല്ലൊരു തുക ചികിത്സയ്ക്കായി നൽകിയിരുന്നു. നാളെ രേണുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു വലിയ വിഷമമായിരിക്കും. അതിനാലാണ് തന്നാൽ കഴിയുന്ന സഹായം ഇപ്പോൾ ചെയ്തതെന്നും സായ് കൃഷ്ണ മെയിൻ സ്ട്രീം 1 നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. അവരുടെ പേര് പറഞ്ഞ് ഞാൻ പണം സമ്പാദിച്ചിട്ടുണ്ട്. അതിൽ നിന്നും എന്നാൽ കഴിയുന്ന ഒരു തുകയാണ് ഞാൻ രേണുവിന് നൽകിയത്. അതുപോലെ എനിക്ക് നെഞ്ചിൽ തൊട്ട് പറയാൻ കഴിയും, ഞാൻ ചെയ്ത 48 വീഡിയോയും രേണുവിനെ കുറ്റപ്പെടുത്തിയിട്ട് അല്ല എന്ന്. സപ്പോർട്ട് ചെയ്ത് ഇട്ട വീഡിയോകളാണ് അവയിൽ കൂടുതലെന്നും സായി പറയുന്നു. രേണുവിനെ വ്യക്തിപരമായി അല്ല, അവർ ചെയ്ത സിറ്റുവേഷനെയാണ് ഞാൻ കുറ്റപ്പെടുത്തിയത്. ഞാൻ രേണുവിനെ സഹായിക്കാൻ കാരണം മറ്റുള്ളവർക്ക് മാതൃകയാകാൻ വേണ്ടിയാണ്. അസുഖം വരിക എന്നത് വളരെ നിരാശാജനകമാണ്. അവർ ലൈഫിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആളുകളുടെ മുന്നിൽ പോയി കൈ നീട്ടാൻ ആ വ്യക്തിക്ക് പറ്റാത്ത സിറ്റുവേഷനാണ്. എന്തായാലും അവരുടെ പേര് പറഞ്ഞ് ഞാൻ സമ്പാദിച്ച പണം, അതിൽ നിന്നും എന്നാൽ കഴിയുന്ന ഒരു തുകയാണ് ഞാൻ രേണുവിന് നൽകിയത്. വലിയ മനസ്സുള്ളത് കൊണ്ട് ചെയ്തതല്ല, എന്റെ സമാധാനത്തിന് വേണ്ടി ചെയ്തതാണ്. വളരെ ക്രിട്ടിക്കലായ അസുഖവുമായി അവർ പോരാടുകയാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അതെന്റെ മനസ്സിൽ നിന്നും പോവില്ല. കൂടാതെ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ചീത്തപ്പേരുണ്ട്. അതിൽ നിന്നും കുറച്ച് ആശ്വാസം കിട്ടും. ഇങ്ങനെ സഹായം ചെയ്യുമ്പോൾ അത് വേറെ ആരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ അറിയിച്ചു തന്നെ ചെയ്യണം. കാരണം അതിൽ നിന്ന് 10 ആളുകൾ എന്തെങ്കിലും പഠിച്ചാൽ അത് മറ്റുള്ളവർക്കും ആശ്വാസമാകും. അവർ അസുഖം ഭേദമായി തിരിച്ചു വന്നാൽ അവർ വീണ്ടും ഒരു കണ്ടന്റ് അല്ലേ. അപ്പോൾ വീണ്ടും അവരെ വെച്ച് വീഡിയോകൾ എല്ലാവർക്കും ചെയ്യാമല്ലോ. രേണു മറ്റാരുടെയും മുന്നിൽ കൈ നീട്ടുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല. ഇങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല. ഞാൻ മാറി നിൽക്കുമെന്നും സായി പറയുന്നു. സായിയും ഭാര്യയും സിജോയും ഭാര്യയും കൂടിയാണ് രേണുവിനെ സന്ദർശിക്കുന്നത്. കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനെ കുറിച്ചും സായി പറഞ്ഞു. കിച്ചു രേണുവിനെ വന്ന് കാണും. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ സംഭവിക്കുന്നതാണ്. ഞാനും എൻ്റെ അച്ഛനും തമ്മിൽ ഒരിടയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണുന്നത് തന്നെ എനിക്ക് സീനായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയില്ലേ. ചിലർ പറയും കിച്ചുവും രേണുവും തമ്മിൽ രക്തബന്ധമല്ലല്ലോ എന്നൊക്കെ സായി പറയുന്നു. സായ് കൃഷ്ണ വന്നതിൽ ഒരുപാട് സന്തോഷം. എന്നെ സാമ്പത്തികമായും സഹായിച്ചു. നല്ലൊരു തുക എനിക്ക് തന്നുവെന്ന് രേണു സുധിയും മെയിൻ സ്ട്രീം 1 സംസാരിക്കവേ പ്രതികരിച്ചു. കീമോ എടുത്ത് ആന്റിബോഡി കുത്തിവെച്ചു. അതിന്റെ ഒരു തളർച്ചയുണ്ട്. ക്ഷീണം കാരണം കിടക്കുകയാണ്. ശരീരം മുഴുവൻ ചൂട് അനുഭവപ്പെടുകയാണ്. സായ് കൃഷ്ണ വന്നതിൽ ഒരുപാട് സന്തോഷം. എന്നെ സാമ്പത്തികമായും സഹായിച്ചു. നല്ലൊരു തുകയാണ് എനിക്ക് തന്നത്. സായും ഭാര്യയും സിജോയും ഭാര്യയും കൂടിയാണ് വന്നത്. എനിക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കിടക്കുകയായിരുന്നു. എനിക്ക് ചൂടാണെന്ന് മനസ്സിലായതുകൊണ്ട് AC വാങ്ങാനുള്ള പണവും തന്നു. സായ് വലിയൊരു ഉപകാരമാണ് എനിക്ക് ചെയ്തത്. വലിയൊരു തുകയാണ് എനിക്ക് തന്നത്. എത്രയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഒരിക്കലും ഞാൻ ആവശ്യപ്പെട്ടിട്ട് തന്നതല്ല. വേണ്ടപ്പെട്ടവരും സ്നേഹിക്കുന്നവരുമെല്ലാം എന്നെ സഹായിക്കുന്നുണ്ട്. രേണു സുധിയുടെ വാക്കുകൾ.